ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴിൽ ഇന്നാണ്. രാവിലെ 5:30 ഓണക്കുറ്റിച്ചിറയിലെ ആറാട്ടിന് ശേഷം മകം എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴിലിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. കൃത്യം 1 മണിക്ക് തന്നെ മകം തൊഴിലിനായി ക്ഷേത്ര നട അടയ്ക്കും. തുടർന്ന് ഭക്തരെയെല്ലാം പുറത്തേക്ക് ക്യൂവിലേക്ക് മാറ്റുന്നതായിരിക്കും. കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴിലിനായി ക്ഷേത്ര നട തുറക്കുന്നതാണ്. 2 മണിയോടുകൂടി മിഥുനം ലഗ്നത്തിൽ മകം തൊഴിലിനായിട്ടുള്ള ക്ഷേത്ര നട തുറന്ന ശേഷം ഭക്തർക്ക് ദേവിയെ, അതായത് ലക്ഷ്മി നാരായണ സമേതനായി ചോറ്റാനിക്കര ദേവിയെ ദർശിക്കാനാകും എന്നതാണ് മകം തൊഴിൽ ചടങ്ങിന്റെ പ്രത്യേകത. അതുതന്നെയാണ് ഐതിഹ്യം. വില്ലുമംഗലം സ്വാമിയാർക്ക് മുന്നിൽ ചോറ്റാനിക്കര ദേവി ലക്ഷ്മി നാരായണ സമേതനായി സർവാഭരണ വിഭൂഷിതയായി പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ചടങ്ങ് നടത്തുന്നത്. മകം തൊഴൽ ചടങ്ങിന്റെ ഭാഗമായി ലക്ഷോപലക്ഷം ഭക്തരാണ് രാവിലെ മുതൽ തന്നെ ചോറ്റാനിക്കര നടയിലേക്ക് എത്തിയിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ചൂടും താപനില ഉയരുന്ന മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ വകവയ്ക്കാതെയാണ് ഭക്തർ ഇന്ന് രാവിലെ മുതൽ തന്നെ ക്ഷേത്ര നടയിലേക്ക് എത്തിയത്. കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൂടിയാണ് ഇത്തവണയും ഈ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ മകം തൊഴിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത്. 5 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 800-ലധികം പോലീസുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സുരക്ഷിക്കാറുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമും സജ്ജീകരണത്തിലുണ്ട്. കൃത്യമായ കുടിവെള്ളം, ലഘുഭക്ഷണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെയും ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. അവർ ചോറ്റാനിക്കര അമ്മയുടെ ഈ ഒരു ദർശനത്തിനായി ലക്ഷ്മി നാരായണ സമേതനായിട്ടുള്ള ദേവിയെ കണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അറിയിക്കാനുള്ള 1 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് മകം തൊഴൽ ചടങ്ങിനായി എത്തിയിരിക്കുന്നത്. ഇന്ന് മാളികപ്പുറം സിനിമയുടെ തിരക്കഥാകൃത്ത് ഇന്ന് ഇവിടെ ക്ഷേത്രത്തിലെത്തി. എല്ലാ വർഷവും എത്താറുണ്ട്. എനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതൽ ഈ ദിവസം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒരു 15 വർഷമായിട്ട് ചോറ്റാനിക്കര സ്വദേശിയാണ്. അപ്പൊ ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തും. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഐതിഹ്യത്തേക്ക് എങ്ങനെ? അതായത് 3 സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. രാവിലെ നിർമ്മാല്യത്തിന് മൂകാംബിക ദേവിയും അതിനുശേഷം ലക്ഷ്മിയും വൈകിട്ട് ഭദ്രയും എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഓരോ അമ്പലം ഇത് തന്നെ ആയിരിക്കും. പിന്നെ പഴയ ശങ്കരാചാര്യോട് കണക്ട് ചെയ്തുള്ള കഥയും ഒക്കെ കുട്ടിക്കാലം പോലെ കേട്ടു വളർന്നിട്ടുണ്ട്. അപ്പം ഒരു അത്ഭുതമാണ് ഈ അമ്പലം. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ സിനിമകളും എഴുത്ത് തുടങ്ങുന്നത് അവസാനിപ്പിക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. മാളികപ്പുറം എന്നുള്ള സിനിമ മുഴുവൻ എഴുതിയത് ചോറ്റാനിക്കര അമ്പലത്തിൽ, ഇവിടെയാണ് ഞാൻ താമസം. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഇതൊരു ഭാഗമാണ്. പിന്നെ മകം എനിക്ക് അത്രയും സ്പെഷ്യലാണ്. ആ ദിവസം നമ്മളിവിടെ എത്തും. ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്റെ അടുത്ത സിനിമ ചോറ്റാനിക്കര അമ്പലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു തുടക്കം കൂടെ ഞങ്ങൾ ഇവിടെ കുറിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഈ 3 ഗുണങ്ങളോട് കൂടിയും ഇന്ന് ദേവിയെ കാണാം എന്നുള്ള ഒരു പ്രത്യേകതയാണുള്ളത്. ഇന്നത്തെ ഈ മകം തൊഴിലിന് ശേഷം ഇനി 1 വർഷത്തെ കാത്തിരിപ്പിലേക്കാണ് ഭക്തർ പോകുന്നത്. ഏതായാലും ഭക്തജനങ്ങളെല്ലാം തന്നെ മകം തൊഴിലിനുള്ള അവസാനവട്ട കാത്തിരിപ്പിലാണ്. ക്യാമറമാൻ വിഷ്ണു കെ ചെറിക്കൊപ്പം സൂര്യശ്രീ 24 കൊച്ചി.